السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا وأنت وسيلتنا أدركنا. بلع العلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحماയ അൽ-മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫضല് കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിലുള്ള സയ്യിദുമാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, ഇതിൻ്റെ വളണ്ടിയേഴ്സ് ഉൾപ്പെടെ ആരെല്ലാം ഏതെല്ലാം നിലയിൽ ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ, ബയാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്, പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിലൊരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാർ,
ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് ഉള്ളാൾ ദർഗ മസ്ജിദിലെ ഖതീബ് സഅദി ഉസ്താദിൻ്റെ പ്രഭാഷണം ഇവിടെ നടന്നു. ഇവിടുത്തെ ഖതീബും സഅദി അടക്കം ധാരാളം പണ്ഡിതന്മാർ 40 വർഷക്കാലം ഇവിടെ സേവനം ചെയ്ത നമ്മുടെ പട്ടാമ്പി ഉസ്താദ് ഇവിടെ ഉണ്ട്. അതുപോലെ റോസ് കമ്മിറ്റിയുടെ ചെയർമാൻ ഹംസ ഹാജി, മറ്റ് സയ്യിദ് അവറുകൾ, തങ്ങളെ പേരെന്താ? ഇല്യാസ് തങ്ങൾ, സിയാദ് തങ്ങൾ, അതുപോലെ ഇവിടെയുള്ള മറ്റു ഉസ്താദുമാർ, ജലാൽ തങ്ങളല്ലേ, അങ്ങനെ ധാരാളം പ്രിയപ്പെട്ട ആളുകൾ ഈ സ്റ്റേജിലും സദസ്സിലും, ഇനി പേര് പറയാത്ത ബയാർ സ്വലാത്തിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് നിൻ്റെ പ്രത്യേകമായ കബൂൽ നൽകി ആഫിയത്തുള്ള, ബറക്കത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള, ഹിഫ്ളുള്ള, സലാമത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും 2 ലോകത്തും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. റജബുൻ ഷഹറുല്ലാഹ് ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് പരിചയപ്പെടുത്തിയ ഒരു മാസമാണ് റജബ് മാസം. അങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്തുമ്പോൾ അതിന് വലിയ ബഹുമാനമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹബീബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബ് എന്നാണ് പരിചയപ്പെടുത്തിയത്. തങ്ങൾക്കുള്ള ബഹുമാനം എത്ര വലുതാണ്. വകാന ഫളലുല്ലാഹി അലൈക അളീമാ, വലിയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് തങ്ങൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. തങ്ങളുടെ ബഹുമാനം വളരെ വലുതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ മഖാമ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠർ, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ അത്യുന്നതർ അവരാണ് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ അസ്ഹാബ് റളിയല്ലാഹു അൻഹും അസ്ഹാബു റസൂലില്ലാഹി, അവർ തങ്ങളോട് പറഞ്ഞത് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളെ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല, തങ്ങൾ ഞങ്ങളുടെ എല്ലാമാണ്. അതാണല്ലോ മങ്കൂസ് മൗലിദിൽ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ആ ഫസ്റ്റിലെ ഹദീസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ള ആ ബൈത്തിൽ, ആ പദ്യത്തിൽ പറയാണ്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഓ നബിയേ, തങ്ങൾ ഉമ്മയാണോ അതല്ല ബാപ്പയാണോ? ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെപ്പോലെ റഹ്മത്തുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അത്രയും വലിയ റഹ്മത്തിൻ്റെ കേദാരം
ഖുർആൻ റഹ്മത്ത് കൊണ്ട് വാഴ്ത്തി പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയത് ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ ഹബീബ്. തങ്ങളെ ബഹുമാനം എത്രമാത്രം, അള്ളാഹിൻ്റെ ഹബീബ്. അതുപോലെ നാം ഇപ്പോൾ ഉള്ള ഈ മാസത്തിന് തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം. വലിയ ബഹുമാനം ഈ മാസത്തിനുണ്ട്. ധാരാളം ഫളായിലുകൾ, മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് റജബ് മാസം. ഈ മാസത്തിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച ശ്രേഷ്ഠമായ മാസമാണ് റജബ്. എല്ലാവർക്കും അതറിയാമല്ലോ. എൻ്റെ സദസ്സിൽ കുറേ കുഞ്ഞു മക്കളുണ്ട്. ആ കുട്ടികളോട് ചോദിച്ചാലും കുട്ടികൾ പറയും, ഒരു രാത്രിയിലെ ചെറിയ സമയം കൊണ്ട് പരിശുദ്ധമായ മക്കയിൽ വിശുദ്ധമായ കഅബയുടെ ചാരത്ത് നിന്ന് സ്വർഗീയ വാഹനമായ ബുറാഖുമായി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ബുറാഖ് എന്ന വാഹനത്തിന്മേൽ കയറ്റി ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. ആ പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ച ബത്ലഹേം, ബൈത്തുലഹം എന്ന് പറയുന്ന ആ സ്ഥലത്ത് തങ്ങളെ ഇറക്കി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് 2 റക്അത്ത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരുമായി ബന്ധപ്പെട്ട തൂര് സീനാ പർവ്വതത്തിന് മുകളിൽ തങ്ങളെ ഇറക്കി 2 റക്അത്ത് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലം തങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചരിത്രം പറയലല്ല എൻ്റെ ലക്ഷ്യം. അങ്ങനെ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെത്തുകയും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ, ലോകത്ത് ശ്രേഷ്ഠമായ പള്ളികളിൽ 1-ാം സ്ഥാനമുള്ളത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. 2-ാം സ്ഥാനമുള്ളത് മദീനയിലെ തങ്ങളെ പള്ളിയായ മസ്ജിദുൻ നബവിയാണ്. 3-ാം സ്ഥാനമുള്ളത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്, ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിൽ തങ്ങളെത്തി. കഴിഞ്ഞുപോയ പൂർവികരായ അമ്പിയാക്കളെല്ലാം തങ്ങളെ സ്വീകരിക്കാൻ അവിടെ റെഡിയുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇമാമായി റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ഞാൻ ചുരുക്കി പറയാണ്, അങ്ങനെ 7 ആകാശങ്ങളും അതിനപ്പുറവും അള്ളാഹുവിൻ്റെ അർശും കുർസും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെയുള്ള ഓരോ അത്ഭുതങ്ങളും, ഓരോ വലിയ ഗൗരവമുള്ള കാര്യങ്ങളും ഓരോന്നോരോന്ന് തങ്ങളെ കാണിച്ചു. തങ്ങളതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടു. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി തങ്ങൾ ഒറ്റയ്ക്ക് പോണം, അപ്പുറത്തേക്ക് വരാൻ എനിക്ക് അനുമതിയില്ല. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കാകുന്ന മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അപ്പുറത്തേക്ക് ഞാനങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കരിഞ്ഞ് ചാമ്പലായി പോകും. അത്രയും വലിയ സ്ഥലത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വന്തമായി പോകാൻ പറയുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിർദ്ദേശമാണ്.
ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ആജ്ഞ അംഗീകരിച്ചുകൊണ്ട് അതാ അവൻ്റെ പരിശുദ്ധമായ ഹളറത്തുൽ ഖുദ്സിലെത്തിയപ്പോൾ, ആ പരിശുദ്ധ സവിധത്തിലെത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ അജായിബുകളും അത്ഭുതങ്ങളും കണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നേർക്ക് നേരെ റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കാണുകയാണ്. തങ്ങളതാ അത്ഭുതത്തോടെ പറയുന്നു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളോട് പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ, ഓ നബിയേ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സലാമുണ്ട് കേട്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ സലാം കിട്ടിയപ്പോൾ അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയാണ്, റബ്ബേ എനിക്ക് മാത്രം പോരാ നിൻ്റെ സലാം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്തുള്ള സർവ്വ സ്വാലിഹീങ്ങളായ ഇബാദിനും സർവ്വ സജ്ജനങ്ങൾക്കും നിൻ്റെ സലാം വേണമല്ലോ. നമ്മൊന്നും അല്ലാഹുവിൻ്റെ ഹബീബ് മറന്നില്ല. എല്ലാവർക്കും ഇതറിയില്ലേ? ആ സമയമാണല്ലോ ഈ ഉമ്മത്തിന് 5 വക്ത് നിസ്കാരം അല്ലാഹു ഗിഫ്റ്റായിട്ട് നൽകിയത്. 50 വക്ത് നൽകിയിരുന്നു ആദ്യം. അത് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി കണ്ടുമുട്ടി 5 ചുരുക്കി 9 തവണ അല്ലാഹുവിൽ അങ്ങുമിങ്ങും മടങ്ങിയിട്ട് 45 വക്ത് ചുരുക്കിയിട്ട് 5 വക്തായി നിലനിർത്തിയിട്ട് ആ 5 വക്തിന് 50 വക്തിൻ്റെ ആ വലിയ കൂലി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ പരിശുദ്ധമായ ആ മിഅ്റാജിൻ്റെ രാത്രി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്ന് നേരം പുലർന്നു. ഖുറൈശികളോട് മക്കക്കാരോട് തങ്ങൾ ഈ വിവരങ്ങളൊക്കെ ബയാൻ ചെയ്ത് വിശദീകരിച്ചു. അള്ളാഹുവിനെ കണ്ടുമുട്ടിയ സംഭവം പറഞ്ഞു. ഖുറൈശികൾ മക്കക്കാർ ഒന്നടങ്കം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും തങ്ങളെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവിടത്തെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകൾ പരത്തുകയും അങ്ങനെ വലിയ നിഷേധങ്ങൾ തങ്ങളുടെ മിഅ്റാജുമായി മക്കക്കാർ പ്രചരിപ്പിച്ചപ്പോൾ കടന്നു വരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരോട് ചോദിക്കുന്നു ഖുറൈശി പ്രമുഖർ, ഓ അബൂബക്കർ, നിന്റെ നേതാവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശവും കയറി, അർശും കുർസും അങ്ങനെ അള്ളാഹുവിനെ കണ്ടു എന്നൊക്കെ പറയുന്നു. എന്തു പറയുന്നു നീ? എന്താണ് നിന്റെ അഭിപ്രായം? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും അതിനപ്പുറവും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു, അത് ഹഖാണ്. അന്ന് മുതലാണല്ലോ സിദ്ദീഖ് എന്ന വലിയ സ്ഥാനപ്പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ ബഹുമാനം എത്രയാണ്! അഫ്ളലുൽ ഖൽഖി ബഅദൽ അംബിയാ, അംബിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും മഹത്വമുള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഒരു തുലാസിലും ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ ഈമാൻ കൊണ്ട് മുൻതൂക്കം തൂങ്ങുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിനാണെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തി പറഞ്ഞില്ലേ? ആ സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത് അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സ്വദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ടാദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. എന്നാൽ ഈ മേറാജിനെ ചില ആളുകൾ സ്വപ്ന മേറാജായി ദുർവ്യാഖ്യാനിച്ച് ഹദീസുകളൊക്കെ അപ്പുറപ്പുറം ആക്കി ഈ മേറാജിനെ പല നിലക്കും അഭിപ്രായ വ്യത്യാസത്തിലാക്കാൻ വേണ്ടി ചില കക്ഷികൾ ആ രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചു. കേവലം ഇതൊരു സ്വപ്നമാണെങ്കിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാവണോ? എൻ്റെ ഈ സദസ്സിലുള്ള ഈ കൂടിയ ജനങ്ങൾ, എത്രയോ പുരുഷന്മാരും ധാരാളം ഇതിൻ്റെ ഡബിളായി സഹോദരിമാരും ഇവിടെ ഈ ഉറൂസിൽ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഇന്നലെ രാത്രി ഉറക്കിൽ സ്വപ്നം കണ്ട ഒരു വിഷയം നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അത് നിഷേധിക്കുമോ? നിങ്ങൾ അങ്ങനൊന്നും കാണൂല, സ്വപ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും സംഭവിക്കൂല എന്ന് പറയാം. സ്വപ്നം ആർക്കും എങ്ങനെയും കണ്ടൂടെ? ഏത് രൂപത്തിലും കാണാം. അതൊരു തർക്ക വിഷയമാവൂല. അതിൻ്റെ പേരിൽ പരിഹാസങ്ങളും നിഷേധങ്ങളും ഉണ്ടാകൂല. അപ്പോൾ ഇത് യാഥാർത്ഥ്യം തന്നെയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തങ്ങൾക്ക് 33ഓളം ആത്മീയ മേറാജ്, സ്വപ്ന മേറാജ് ഉണ്ടായിട്ടുണ്ട്. ഒരു ശാരീരിക മേറാജ് ഉണ്ടായിട്ടുണ്ട്. ആ ശാരീരിക മേറാജ് സംഭവിച്ച ആ രാത്രിയിലാണ്, മേറാജിൻ്റെ രാത്രിയിലാണ് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, നിശ്ചയം മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് 5 വക്ത് നിസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ നിസ്കാരം ഈ ഉമ്മത്തിന് ഗിഫ്റ്റായി കിട്ടിയ മേറാജിനെ സംബന്ധിച്ചാണ് നാം പറയുന്നത്. അത് തന്നെയാണ് അള്ളാഹു സൂറത്തുൽ ഇസ്രായിലും പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അത്ഭുതത്തോടുകൂടെയാണ് ഈ വിഷയം അള്ളാഹു അവതരിപ്പിക്കുന്നത്. കേവലം ഒരു സ്വപ്നമാണെങ്കിൽ സ്വപ്നത്തെ വലിയ അത്ഭുതമായി അവതരിപ്പിക്കാനില്ല. സുബ്ഹാന അല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രയോഗം ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ പറയാണ്, അവിടെ ആയത്തിൽ ബി അബ്ദിഹി, അബ്ദ് എന്ന് പറഞ്ഞാൽ വെറും റൂഹിന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയൂല. റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുള്ളൂ. അതുകൊണ്ട് അത് ആ മേറാജ് തങ്ങളുടെ ശാരീരിക മേറാജ് തന്നെയാണ്. ആ മേറാജിൻ്റെ ശ്രേഷ്ഠമായ റജബ് 27 പകലിലെ സുന്നത്തായ നോമ്പുണ്ട് ഉമ്മമാരെ, സുന്നത്തായ നോമ്പുണ്ട് സഹോദരന്മാരെ. മേറാജിൻ്റെ റജബ് 27 പകലിലെ ആ നോമ്പിനെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ സുന്നത്തായ മേറാജിൻ്റെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു 60 ശഹ്റാ, 60 മാസക്കാലം നോമ്പെടുത്ത കൂലി ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു അവർക്ക് നൽകുന്നു. 60 മാസം നോമ്പെടുത്ത കൂലി ഒരു നോമ്പ് കൊണ്ട് കിട്ടുമ്പോൾ ആ നോമ്പിനെ ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് റജബ് 27 മേറാജിൻ്റെ സുന്നത്തായ നോമ്പിനെ
നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, അതിനെ അനുഷ്ഠിക്കണം. അതോടുകൂടെ ഞാൻ പറയുന്നു, സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് ഏതാണ് നബിയേ? അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ്? ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, അസ്വലാത്തു ലി അവ്വലി വഖ്തിഹാ, ടൈമായാൽ ഉടനെയുള്ള നിസ്കാരം. നിസ്കാരത്തിൻ്റെ ടൈമായാൽ അവ്വല് വഖ്തിൽ നിസ്കരിക്കലാണ് അള്ളാഹുവിന് തൃപ്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാണ് വലിയ ഇഷ്ടമെന്ന് തങ്ങൾ പറയാണ്. അത് വലിയ മഹത്വമുള്ള അമലാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ടൈമായാൽ അവ്വൽ വക്തിൽ തന്നെ വാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഈ റജബിലെ ഉള്ളാൾ സയ്യിദു ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇതിൻ്റെ തൊട്ട് ചാരയാണല്ലോ ഉള്ളാൾ ദർഗയുള്ളത്. ആ മഹാന്റെ ഹയാത്ത് കാലത്ത് തന്നെ ഇവിടെ മറപ്പെട്ട ഒരു വലിയ മഹാന്റെ ഉറൂസാണല്ലോ നാം ഇവിടെ സമ്മേളിച്ച ഈ മജ്ലിസ്. അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി വലിയ വലിയ കറാമാത്തുകളെ കൊണ്ട് ശുഹറത്ത് സിദ്ധിച്ച മഹാന്മാരാണ് ഈ പരിസരങ്ങളിലൊക്കെ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ ഏറ്റിത്തരണമല്ലോ. ഇഖ്ലാസും തഖ്വയും വറഉം എല്ലാ ഖൈറാത്ത് ബറക്കാത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണമല്ലോ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഒരു പ്രയാസങ്ങളും ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. കടങ്ങളെ കൊണ്ട് ഞങ്ങളെ ദുരിതപ്പെടുത്തല്ല അല്ലാ. കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി എളുപ്പമാക്കണമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് എല്ലാവരും നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്യണം, അതിനു വേണ്ടി ശ്രമിക്കണം. അതോടുകൂടെ ഞാൻ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, പള്ളികളിൽ നിന്ന് 5 തവണ മുഅദ്ദിനിൻ്റെ സൗണ്ട് പുറത്തു വരുന്നു. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ എന്ന് പള്ളികളിൽ നിന്ന് 5 തവണ വാങ്കൊലി മുഴങ്ങുമ്പോൾ, ഓ മുസ്ലിം പുരുഷന്മാരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് ഔ മിനൽ മസ്ജിദ്. പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ല. അപ്പോൾ വാങ്ക് കൊടുത്താൽ അവ്വൽ ജമാഅത്തിന് തന്നെ പള്ളിയിലെത്തണം. ഉമ്മമാരും വാങ്ക് കൊടുത്ത ഉടനെ, നിസ്കാരത്തിൻ്റെ ടൈമായ ഉടനെ നിങ്ങൾ നിസ്കരിക്കണം. ളുഹ്ർ നിസ്കാരം അസർ വാങ്കിൻ്റെ ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് ഒരു വുളൂയിൽ ഒരു പ്രാവശ്യം നിസ്കാര കുപ്പായിട്ട് മുസല്ലയിൽ കയറിയാൽ ളുഹ്റും അസറും കൂടെ ഒറ്റ കയറലിന് കിട്ടുമല്ലോ എന്ന ചിന്ത വേണ്ട. അത് നല്ല ശീലമല്ല. നിസ്കാരത്തിൽ നമുക്ക് വലിയ ഭക്തി തോന്നുന്നുണ്ടോ? നിസ്കാരത്തിന് വലിയ ആവേശം തോന്നുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ഈമാന് വലിയ പവറാണ്. നിസ്കാരം വലിയ ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഈമാനില്ലെന്ന് ഉറപ്പിച്ചു വെച്ചോ. നമ്മുടെ ഈമാൻ ഒന്ന് അളന്നു നോക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിസ്കാരം വലിയൊരു ഭാരമായിട്ട്, ഒരു വലിയ നിലക്ക് ഒരു വലിയ മല ചുമക്കുന്നത് പോലെ നിസ്കാരം ഒരു ഭാരമായി നിനക്ക് മടി തോന്നുന്നുണ്ടോ? ഈമാൻ നിന്നിലില്ല. നിസ്കാരം നിനക്ക് വലിയ ആവേശമാണോ? എന്നാൽ നിന്റെ ഈമാന് വലിയ പവറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ
അതാ അസ്ർ നിസ്കാരം ഒരവസരത്തിൽ മസ്ജിദുൻ നബവിയിലെത്തിയപ്പോൾ അസ്റിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. വലിയ ഖേദത്തോടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി കരഞ്ഞുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, റബ്ബേ, എൻ്റെ അസ്ർ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ എനിക്ക് കാരണം ഞാൻ എൻ്റെ കാരക്കത്തോട്ടം പോയി നോക്കിയതാണല്ലോ. അതുകൊണ്ട് എൻ്റെ ആഖിറത്തിന് നഷ്ടം വരുന്ന ദുനിയാവ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ കാരക്കത്തോട്ടം മുഴുവനും മസാക്കീനിന് മിസ്കീന്മാർക്ക് വഖഫ് ചെയ്തു പോയി. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അവരെ ഈമാൻ വലിയ പവറാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാലഖൈക ശൈത്വാനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമറേ, നിങ്ങളങ്ങ് ഒരു വഴിയിലൂടെ കടന്നു വരുന്നത് ശൈത്വാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ പിന്നെ ശൈത്വാൻ വരില്ല. കാരണം ശൈത്വാന് വലിയ പേടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വഴിയിലുണ്ടെന്നറിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ പിശാച് വരില്ല. അവരൊക്കെ ഈമാൻ്റെ കടുകട്ടിയാണ്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ ബഹുമാനമുള്ള ഉറൂസിൻ്റെ സദസ്സിലുള്ള ഈ സമയം വലിയ ബഹുമാനമുള്ള ഒരു ഷറഫായ മാസത്തിലാണ് നാം ഉള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത റജബ്, ഈ റജബിൻ്റെ മാസപ്പിറവി അറിഞ്ഞപ്പോൾ നാമൊക്കെ ദ്വാരക്കാൻ തുടങ്ങിയില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ. പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറകാത്തുകൾ ഏറ്റിത്തന്ന് ഞങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ ഖൈറാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ, റമളാൻ അനുകൂലമായി സാക്ഷ്യപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് എന്ന് ദ്വാരക്കുന്ന ഈ മാസം, നമുക്ക് വരാൻ പോകുന്ന ശഅബാൻ ഹബീബ് പരിചയപ്പെടുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ശഅബാനു ശഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ്. വ റമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. റജബ് മാസത്തിലെ ഓരോ ഇബാദത്തിനും വലിയ പവറാണ്. അതുപോലെ റജബ് മാസത്തിൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് വലിയ ഗൗരവമാണ്, വലിയ കടുത്ത ശിക്ഷയാണ്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്ക് എല്ലാ നിലയിലും ഖൈറാത്തുകൾ നേടിയെടുക്കാനുള്ള സമയങ്ങളാണ് ഇനിയുള്ള ഓരോ ടൈമുകളും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കുക. ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ചവരുണ്ടോ? ഇന്നതാ കള്ളും കഞ്ചാവും ഹാൻസ്, പാൻപരാഗ്, ബ്രൗൺ ഷുഗർ, പല പേരുകളിലും ലഹരിയതാ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ സമയം ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷം വന്നപ്പോൾ എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് മദ്യപിച്ച് അഴിഞ്ഞാടി. മുസ്ലിം സഹോദരിമാരും അതിന് ഒത്താശ ചെയ്ത് കൂട്ടുനിന്നുപോയി. കഴിഞ്ഞ സമയം നാം ഇപ്പോൾ 2025 ന്യൂ ഇയർ എന്ന ആഘോഷം, ന്യൂ ഇയർ എന്ന പേര് പറഞ്ഞ് ആഘോഷം നടത്തിയിട്ട് പാതിരാത്രിയിൽ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഡാൻസ് കളിച്ച് തുള്ളുകയാണ്, മദ്യലഹരിയിൽ ആറാടുകയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. നിശ്ചയം ലഹരി വസ്തുക്കൾ മുഴുവനും അത് പൈശാചിക പ്രവണതകളാണ്, പൈശാചിക പ്രവർത്തനങ്ങളാണ്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതി ശയാത്തീൻ, നിങ്ങൾ പിശാചികളെ ശൈത്താന്മാരുടെ പ്രവർത്തനങ്ങളെ പിന്തുടർന്നുകൂടാ. ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞ സൂറ യാസീനിൽ 7 തവണയാണ് പിശാചിനെ സംബന്ധിച്ച് അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയം ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം, പിശാച് നമ്മുടെ ശരീരത്തിൽ രക്തസഞ്ചാരം, രക്തം ബ്ലഡ് എവിടെയെല്ലാം ഒഴുകുന്നോ അവിടെ ഒക്കെയും ശൈത്താൻ കയറും, ശൈത്താൻ അവിടെ ഒക്കെ നടക്കും. ആ ശൈത്താൻ നമ്മെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കും. നിസ്കാരത്തിൻ്റെ സമയം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മടി വരുത്തും, അലസത വരുത്തും, ഖൈറാത്തുകളിൽ നിന്ന് നമ്മളെ പിന്തള്ളും, നമ്മളെ പിന്നോട്ട് തിരിക്കും. അതാ തിന്മയിലേക്ക് നമ്മെ അടുപ്പിക്കും ശൈത്താൻ. അതുകൊണ്ട് ശൈത്താന് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം മുസ്ലിംകളെ നമുക്ക് വേണ്ട. നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് മനസ്സ് വേണം. ഖുർആൻ പറയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ തങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ? എന്നാൽ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണേ, എന്നെ പിന്തുടരണേ. എന്നെ നിങ്ങൾ പിന്തുടർന്ന് കഴിഞ്ഞാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ്. അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാഹു ധാരാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളും മെസ്സേജുകൾ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും അവിഹിത ബന്ധങ്ങളിൽ, അള്ള പൊരുത്തപ്പെടാത്ത നിലക്കുള്ള സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ആ നിലക്ക് വ്യഭിചാരം വ്യാപകമാണ്. വയക്സുറു സിനാ, വ്യഭിചാരം അധികരിച്ചു പോയി. വയക്സുറു ശുർബുൽ ഖംർ, ലഹരി ഉപയോഗം വർദ്ധിച്ചു പോയി. സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം ലഹരിക്ക് അടിമകളാണ്, മയക്കുമരുന്നിന് അടിമകളാണ്. ഇന്ന് ഫാഷൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം സഹോദരിമാർ ടൈറ്റ് പിറ്റ് ബുർക്കയും ശരീരത്തിൻ്റെ തുടിപ്പെടുത്ത് കാണിക്കുന്ന വസ്ത്രധാരണ, ആ രൂപത്തിൽ ചെറുപ്പക്കാരടക്കം അവരുടെ മുടിയുടെ കട്ടിങ്ങും ഹെയർ സ്റ്റൈലൊക്കെ അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശത്തെ മാറ്റി നിർത്തി തോന്നിയതുപോലെ ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ എന്തെല്ലാം കടുകടുത്ത പരീക്ഷണങ്ങളാണ് നാട്ടിൽ ഓരോന്നേറി വരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. പക്ഷേ ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ സമാധാനമില്ല. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ഖൽബ് തിരിച്ചോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചോ. അല്ലാഹുവിനും അവൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെട്ട് ജീവിച്ചോ. ഖുർആൻ പറയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ.
അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാരാണ്? അവൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവർ ആരാണ്? അങ്ങനെ അള്ളാഹുക്കും റസൂലിനും വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത മഹാന്മാരായ അമ്പിയാക്കൾ, അതാ സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ്. ഈ നിലക്ക് ജീവിക്കുന്ന ആളുകൾ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെടുന്നോ അവർ സ്വർഗത്തിലാണ്, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവർ സ്വർഗത്തിലേക്കില്ല, അവർ നരകത്തിലാണ്, അവർ വിലങ്ങിയ കക്ഷികളാണ്. അതുകൊണ്ട് കള്ളം പറയണ്ട, എഴുപത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ഉലമാനെയും പണ്ഡിതന്മാരെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഒരു സയ്യിദന്മാരെയും ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ ഏർപ്പെടണ്ട. പൂർവികരായ മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ മഹാന്മാരായ അമ്പിയാക്കളിലൂടെ, മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരിലൂടെ, ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമാത്തുകളുടെ അഹ്ലുകാരായ ഔലിയാക്കൾ ഉള്ള ആൾ സയ്യിദ് മദനി തങ്ങൾ ഉപ്പാപ്പ നിങ്ങളെ നാട്ടുകാരല്ലേ, നിങ്ങൾ ഈ നാട്ടുകാരല്ലേ? നിങ്ങളെ നാട്ടിൽ അന്തിയുറങ്ങുന്ന വലിയ വലിയ മഹാന്മാർ, ഇവിടെ ഉറൂസ് നടക്കുന്നതും വലിയ മഹാന്റെ ഉറൂസല്ലേ? അതുപോലുള്ള വലിയ വലിയ കറാമാത്തുകളുടെ അഹ്ലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ, സയ്യിദന്മാർ, സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. സുന്നത്ത് ജമാഅത്താണ്, സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ ഒരു ബിദ്അത്തിന്റെ പുത്തൻ കക്ഷികളിലും അകപ്പെട്ട് നിന്റെ ഈമാന നഷ്ടപ്പെടുത്തണ്ട. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. അവിടെ നിന്ന് പറയാണ്, ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാനിടവരും. പല ആളുകളും വരും നമ്മുടെ മുമ്പിൽ, ഞങ്ങൾ ഖുർആൻ്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഖുർആനും ഹദീസും പറഞ്ഞ് നിന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി വരുന്ന ധാരാളം കക്ഷികളെ നിനക്ക് കാണാനിടവരും. അങ്ങനെ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികൾ ഏത് രൂപേണ നിന്നെ വസ്വാസാക്കാൻ ശ്രമിച്ചാലും നീ ആ വസ്വാസിലൊന്നും കുടുങ്ങിപ്പോകാതെ ഏത് നിലപാട് സ്വീകരിക്കണം? തങ്ങൾ പറയാണ്, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എൻ്റെ സുന്നത്ത്, എൻ്റെ ഖുലഫാഇർ റാഷിദുകളുടെ സുന്നത്ത്, ആ സുന്നത്ത് കൊണ്ട് തമസ്സകൂ ബിഹാ, അതുകൊണ്ട് മുറുകെ പിടിച്ചോ. വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ ശക്തമായി സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നോ. ഒരു പുത്തൻവാദികളിലും അകപ്പെട്ടു പോകണ്ട. വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിൻ്റെ അവസാനം വന്ന ആളുകൾ ആദ്യം
കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അതൊക്കെ വലിയ 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 പരീക്ഷണങ്ങൾ നേരിടാനുള്ള സമയങ്ങളാണെന്ന് ഓർമ്മിച്ചു വെച്ചോ. അതുകൊണ്ട് സുന്നി ആശയം, സുന്നത്ത് ജമാഅത്ത്, സുന്നി പ്രസ്ഥാനം, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിൽ അടിയുറച്ച് ചെറിയ കാലായുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ ഈ ഉറൂസിൻ്റെ ശ്രേഷ്ഠമായ റജബിലെ പവിത്രമായ വെള്ളിയാഴ്ച രാത്രിയിൽ ഓരോ ഖൽബുകളും പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഖബൂൽ നൽകണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ, പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വഴിമാറി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ വറഅലായി നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബയാർ സ്വലാത്ത് നാളെയാണ്. നാളെ ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബയാർ സ്വലാത്ത്. മഗ്‌രിബ് വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷമുള്ള മഗ്‌രിബ് കഴിഞ്ഞാൽ തുടങ്ങും. 10 മണിയാകുമ്പോഴേക്ക് അവസാനിക്കും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഉറൂസ് പരിപാടി ഇത്രയും പ്രൗഢമായി ഇവിടെ നടത്താൻ ഈ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളും ഉറൂസ് കമ്മിറ്റിക്കാരും ഈ നാട്ടുകാരൊന്നടങ്കം ഇതിനെ ഏറ്റെടുത്ത് ഇതൊരു വലിയ സന്തോഷത്തോടെ വലിയ ആദരവോടെ ഖൈറാത്തുകൾ ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ഈ പരിപാടി നമുക്ക് മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മജ്ലിസാണ്. അന്ത മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അൽ മർഉ മഅമൻ അഹബ്ബ, ആരെ സ്നേഹിച്ചോ അവരെ കൂടെ എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ മഹാന്മാരെ സ്നേഹിച്ചത് അവർക്ക് അല്ലാഹു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അവർക്ക് മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ട്. ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വർഗത്തിൽ ആ മഹത്തുക്കൾ എത്തുമ്പോൾ ദുനിയാവിൽ അവരോടുള്ള ആദരവും സ്നേഹവും നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അത് നിലനിർത്താൻ അല്ലാഹു അവസരം നൽകുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വലിയ പ്രതീക്ഷയിലാണ് ഇത്തരം ഉറൂസിൻ്റെ പരിപാടികളിൽ നാം സമ്മേളിക്കുന്നത്. റബ്ബേ നീ ഞങ്ങൾക്ക് ഖബൂൽ നൽകി ധാരാളം ഖൈറാത്തുകൾ വർദ്ധിപ്പിച്ച് നിൻ്റെ പൊരുത്തത്തിലായി മഹാന്മാരെ ആദരിച്ച് സ്നേഹിച്ച് അവരെ വഴിയിലായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ദീനീ ശിആർ അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഇന്നത്തെ ഈ ഉറൂസ്, ഇത് ഉള്ളാൾ അറേക്കൽ അല്ലേ, അരേക്കള ഉള്ളാൾ അരേക്കല മഖാം ഉറൂസ് ദിക്ർ ദുആ ആത്മീയ സമ്മേളനമാണ് ഇന്നത്തെ റജബിലെ ഈ വെള്ളിയാഴ്ച രാത്രി ഇവിടെ നടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറു